ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങളെ വിഘടിപ്പിച്ച് ഭരിക്കുവാൻ ശ്രമിക്കുന്ന ശക്തിക്കെതിരായി നടത്തിയ ഐക്യത്തിൻ്റെ ശബ്ദമായി മാറിയ ഭാരത് ജോഡോ യാത്ര. കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ 12 സംസ്ഥാനങ്ങളിലൂടെ നടത്തിയ ഭാരത് ജോഡോ യാത്ര 140-ൽ പരം സ്ഥിരം അംഗങ്ങളുമായി കോൺഗ്രസിന്റെ മുഖമായ, കോൺഗ്രസിന്റെ കരുത്തായ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര. ഭാരത് ജോഡോ യാത്രയിൽ ഈ രാജ്യത്തെ ഒരു ജനതയും ഭാരത് ജോഡോ യാത്രയെ ഏറ്റെടുക്കില്ല, ആരും ഒപ്പം നടക്കില്ല എന്ന് പറഞ്ഞ എല്ലാ വാദങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ ധീരനായ നേതാവ് നടത്തിയ ഭാരത് ജോഡോ യാത്ര. ആ ഭാരത് ജോഡോ യാത്ര ഈ രാജ്യത്തെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്ന മഹത്തരമായ സന്ദേശവുമായി മുൻപോട്ടെത്തിയ രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പെന്ന പോലെ ഭാരത് ന്യായ യാത്രയുമായി എത്തുന്നു രാഹുൽ ഗാന്ധി. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കെതിരെ, ഈ രാജ്യത്തെ അരാഷ്ട്രീയവാദത്തിനെതിരെ, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ഹിംസിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായി പോരടിച്ച് ഐക്യത്തിന്റെ ശബ്ദമായി മാറിയ ഭാരത് ജോഡോ യാത്രയുടെ മറ്റൊരു മുഖം വരാൻ പോകുന്നു എന്ന് പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ് AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. This yatra is covering 14 states and 85 districts. Basically, mode of yatra is a bus yatra. Bus yatra allow maximum access to the people on the way, but it will also have a short stretches of walking every now and then. ജനുവരി 14 മുതൽ ആരംഭിക്കുകയാണ് ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പ് ഭാരത് ന്യായ യാത്ര. ഈ ഭാരത് ന്യായ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യവും രാജ്യത്തെ ഒന്നിപ്പിക്കുക. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അക്രമാസക്തമായി നിന്ന മണിപ്പൂരിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് എന്നത് പ്രധാനമായ ഒരു വിഷയമാണ്. മണിപ്പൂരിൽ നിന്നും ആരംഭിക്കുന്ന ഈ യാത്ര ബീഹാർ, മേഘാലയ അടക്കം 14 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോവുക. തെരുവോരങ്ങളിലൂടെ നടന്ന് സാധാരണക്കാരന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കി, സാധാരണക്കാരന്റെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് എല്ലാ വിഭാഗത്തിൽ വരുന്ന ജനങ്ങളെയും ആശ്ലേഷിച്ചും അവരുടെ വിശേഷങ്ങൾ പങ്കുവച്ചും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മതതീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്നത്ര കരുത്ത് ഈ രാജ്യത്തിന്റെ ഐക്യത്തിനുണ്ട് എന്ന മഹത്തരമായ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പാണ് ഭാരത് ന്യായ യാത്ര. 85 ജില്ലകളിലൂടെ കടന്നുപോകുന്ന യാത്ര നടത്തുക ബസ്സിലായിരിക്കും. പക്ഷേ ചിലയിടങ്ങളിൽ കാൽനടയായി നടക്കുവാനും തീരുമാനമുണ്ട്. ഭാരത് ന്യായ യാത്ര ആരംഭിക്കുന്നത് ജനുവരി 14-ാം തീയതിയാണ്. 620 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മാർച്ച് 20-ാം തീയതിയാണ് ഭാരത് ന്യായ യാത്ര അവസാനിക്കുക. AICC പ്രസിഡന്റായ മല്ലികാർജുന ഖാർഗെ മണിപ്പൂർ കലാപഭൂമിയായിരുന്ന മണിപ്പൂരിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് ഭാരത് ന്യായ യാത്ര ആരംഭിക്കുക. ഭാരത് ന്യായ യാത്രയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വങ്ങൾ അറിയിക്കും. നിലവിൽ ഇന്ത്യ സഖ്യത്തിലുള്ളവർ ഈ യാത്രയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിലുള്ള പൂർണ്ണ രൂപം വരും ദിവസങ്ങളിൽ AICC മാധ്യമങ്ങളിലൂടെ അറിയിക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മണിപ്പൂരിന്റെ മുറിവുണക്കുന്നതിന്റെ ഭാഗമായി മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ഇത് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ ഒത്തുചേരലിന് വേണ്ടി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഭാഗമാണ് ഭാരത് ന്യായ യാത്ര. ഈ യാത്ര ബസ്സിലാണ് എന്നതാണ് കേരളത്തിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് കൗതുകകരമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഭാരത് ന്യായ യാത്ര നടത്തുന്നത് ബസ്സിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ 140 മണ്ഡലങ്ങളിലൂടെ ദൂർത്തിന്റെ വഴിയെ നടത്തുന്ന നവകേരള സദസ്സിന് ഒരു മറുപടി എന്ന പോലെ അവതരിപ്പിക്കുന്നതാവാം ഒരു പക്ഷേ ഭാരത് ന്യായ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ജനാധിപത്യപരമായ രീതിയിലൂടെ ജനങ്ങളെ അടിച്ചൊതുക്കാതെ അക്രമാസക്തമല്ലാത്ത രീതിയിൽ സമാധാനത്തിന്റെ സന്ദേശം മുഴക്കി രാജ്യത്ത് മണിപ്പൂർ മുതൽ ആരംഭിക്കുന്ന യാത്ര ഈ രാജ്യത്തിന്റെ ശാന്തിക്കും സമാധാനത്തിനും ഐശ്വര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി നടത്തുന്നതാണ്. ഇങ്ങനെ വേണം ഒരു യാത്ര നടത്താൻ എന്ന് പഠിപ്പിക്കുവാൻ കൂടിയാകണം കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.